ഇപ്പോൾ ഡോക്ടർ ബി ജയരാജൻ CPM സഹയാത്രികൻ, അദ്ദേഹം അല്പം വൈകിയാണ്, ഞങ്ങളുടെ പിഴവ് മൂലമാണ്, ക്ഷമിക്കുക. ശ്രീ ഡോക്ടർ ജയരാജൻ, ഇവിടെ ഒരു ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന രണ്ട് നിരീക്ഷണങ്ങൾ, അതിലൊന്ന് ഈ നയരേഖയിൽ അല്ലെങ്കിൽ വികസന രേഖയിൽ പറയുന്ന പലതും കാലത്തിന് മുന്നേ തന്നെ, അതായത് ഈ കാലഘട്ടത്തിന് ഏറെ മുന്നേ തന്നെ നടപ്പിലാക്കേണ്ട ഒന്നായിരുന്നു. അത് CPIM സ്വീകരിക്കാൻ വൈകിപ്പോവുകയാണ് ഉണ്ടായത്. അതാണ് കേരളത്തിൽ ഒരു പരിധിവരെയെങ്കിലും പ്രതിഫലിച്ചത്. രണ്ടാമതായി, ഇപ്പോൾ തന്നെ ഈ വികസന രേഖയുടെ ഭാഗമായി പറയുന്ന പലതും അത് സാധാരണക്കാരായ ആളുകളെ അടക്കം, ഇപ്പോൾ ടോളും സെസ്സും പോലെയുള്ള സംവിധാനങ്ങൾ, അത് ജനങ്ങളെ ബാധിക്കുകയാണ്. മറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിൽ, അവരുടെ ജീവിത സമ്മർദ്ദം കുറയുന്ന തരത്തിലുള്ള മറ്റ് ധനാഗമ മാർഗങ്ങൾ, അതിപ്പോൾ ചെയ്യേണ്ടത് സ്വാഭാവികമായും ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക് സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിനു പകരം ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി വാങ്ങിക്കുക, ജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഒരു തുക സർക്കാരിന് നൽകേണ്ടി വരിക എന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കാൻ പോകുന്നത് എന്നുള്ള നിരീക്ഷണമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് 1957 EMS സർക്കാർ അധികാരത്തിലേറുമ്പം അവരുടെ മുന്നിലുള്ള ഒരു ബൂർഷ ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ള ചോദ്യമായിരുന്നു. അടിസ്ഥാന വർഗത്തിന് എങ്ങനെയാണ് നീതി ലഭ്യമാക്കുക എന്നുള്ള ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിനുവേണ്ടിയിട്ടാണ് അന്നത്തെ കാലം തൊട്ട് കേരളത്തിന്റെ സമഗ്ര വികസനം മുഴുവൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നുണ്ടായ മുഴുവൻ മാറ്റങ്ങൾക്ക് കാരണം ഇടതുമുന്നണി ഒന്നുകിൽ ഒറ്റയ്ക്ക് ഭരിക്കുകയോ അല്ലെങ്കിൽ ഇടതുമുന്നണി ആരോടെങ്കിലും ചേർന്ന് ഭരിക്കുകയോ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിലുണ്ടായ വികസനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ആദ്യമേ ഗോളി റയൻസ് തുടങ്ങുന്ന സമയത്ത് ബിർളയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇൻഡസ്ട്രികൾ ഇവിടെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തപ്പോൾ തന്നെ ഇവിടുത്തെ പൊല്യൂഷൻ, ഇവിടുത്തെ മറ്റ് പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ കേരളത്തിന്റെ സമഗ്രമായ സിറ്റുവേഷൻ, ഇടനാടുകളുടെ കുറവ്, സ്പേസിന്റെ കുറവ്, പവറിന്റെ കുറവ്, ഇത്തരം കാര്യങ്ങളാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു റൂമിനകത്തിരുന്ന് നമുക്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യവസായങ്ങളാണ്. അത്തരം വ്യവസായങ്ങളാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ. ആ സംരംഭങ്ങളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ മൂലധനം സ്വീകരിക്കുന്നതിനൊന്നും ആരും എതിരില്ല. സ്വകാര്യ സർവകലാശാലയുടെ വിഷയം ഇവിടെ പറയുന്നത് കേട്ടു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കെതിരാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് നമ്മുടെ നോംസ് അനുസരിച്ച്, സർക്കാരിന്റെ നോംസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ഉള്ള അംഗീകാരം മാത്രമേ കൊടുക്കത്തുള്ളൂ. അവിടെ കൃത്യമായിട്ട് സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാവും. അത് സെലക്ഷനകത്തും എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാവും. അതിനകത്ത് കളക്ടർ അടക്കമുള്ള ആളുകൾ അതിനകത്ത് പ്രതിനിധികളായിട്ടുണ്ടാവും. അത് വിദ്യാഭ്യാസവുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യം. തീർച്ചയായും ഞാൻ ഒന്ന് ഇടപെടുന്നത്, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ബില്ലിലെ ചില വ്യവസ്ഥകളടക്കം ഒരു ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ ചില പാളിച്ചകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സർക്കാരിനൊന്നും ഈ പറയുന്നത് പോലെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതല്ല വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഡോക്ടർ ജയരാജ്, വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് രണ്ടുപേര് പറയുന്നത് കേട്ടു. ഒന്ന്, എനിക്ക് തോന്നുന്നു സജീവൻ സാറല്ല, മറ്റേ പുള്ളിയുടെ പേര് എനിക്കറിയില്ല, സുജാതൻ സാറും പിന്നെ MK ഹരിദാസുമാണ്. പി സുജാതനും MK ഹരിദാസും രാജ്യങ്ങളിലുണ്ട്. സജീവൻ സാറല്ല, സുജാതൻ സാർ. സുജാതൻ സാർ പറയുന്നത് കേട്ടു. എന്തൊരു, അദ്ദേഹം ഒരു മുതിർന്ന പത്രപ്രവർത്തകനല്ലേ, അദ്ദേഹത്തിന് അറിഞ്ഞൂടെ ബ്രസീലും വിയറ്റ്നാമിലും ലാവോസിലും കംബോഡിയയിലും ലാറ്റിൻ അമേരിക്കയിലെ എത്ര രാജ്യങ്ങൾ, ചിലിയിലും പറഗ്വേയിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടെന്ന്. എന്തിനേറെ പറയുന്നു, പുട്ടിന്റെ റഷ്യയിൽ 2ാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇതൊന്നും അറിയാതെ കേരളത്തിൽ മാത്രമാണെന്നൊക്കെ പറയുന്നത്, ഇത് ആരെടുത്താണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ചരിത്രത്തിന് നേരെയുള്ള, യാഥാർത്ഥ്യങ്ങൾക്ക് നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയാൻ വേണ്ടി, ചീത്ത വിളിക്കാൻ വേണ്ടി എന്തും പറയാമെന്നുള്ള സ്ഥിതിയിലേക്ക് കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയെങ്കിൽ ചൈനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടിയാണ്. ജനാധിപത്യ സമൂഹത്തിലെ അതായത് പാർലമെന്ററി ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമായിരിക്കത്തില്ല പാർലമെന്റ് സ്വഭാവം അല്ലാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തിൽ
ഭാരതത്തിന്റെ ജനാധിപത്യ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഏത് പാർട്ടിയുണ്ട് 3 വർഷത്തിലൊരിക്കൽ സമ്മേളനം നടത്തുകയും വിമർശനം നടത്തുകയും സ്വയം വിമർശനം നടത്തുകയും നയരേഖകൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ചർച്ചകൾ നടത്തുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും പിന്നെ ഈ രേഖ അതിനനുസരിച്ചുള്ള ഒരു വളർച്ച ആ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ടോ ശ്രീ ജയരാജ്? വരട്ടെ വന്നതിന് ശേഷം ഞാൻ തള്ളിക്കളയുകയല്ല, എങ്കിലും താങ്കൾ ഈ പറയുന്നത് പോലുള്ള ഫിൽറ്ററിംഗ് ഒക്കെ നടക്കുമ്പോൾ യാതൊരു സംശയം വേണ്ട. പറഞ്ഞോളൂ. എല്ലാം ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സംവിധാനം ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ക്ഷേമനിധി, ഇത്തരം കാര്യങ്ങളിൽ അടിസ്ഥാന വർഗത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ പരമാവധി നമ്മളെ സഹായിച്ചുകൊണ്ട് പിന്നെ ബിൽഡ് ഓൺ ട്രാൻസ്ഫർ ഒക്കെ തുടങ്ങിയത് ആരാണ്? എല്ലാ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിലും ടോളുകളുണ്ട്, എല്ലാ സ്ഥലത്തും പിരിക്കുന്നുണ്ട്. നമ്മൾ ടോളൊന്നും പിരിക്കുന്നില്ല. യൂസർ ഫീയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതൊരു 50 വർഷം എടുത്ത്. അപ്പൊ ജനങ്ങളുടെ മേളിൽ അത്ര അധിക ഭാരം എടുക്കില്ല. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന കണക്കുള്ള പൈസ നമ്മൾ ചെലവാക്കുമ്പോൾ കിഫ്ബിക്ക് പണം തിരിച്ചടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സെസ് പിരിക്കുന്നേ, ഇതെല്ലാം ജനങ്ങളുടെ മേളിൽ നികുതി ഭാരം കെട്ടിവെക്കുന്നേ എന്നൊന്നും പറയുന്നില്ല. കേരളം ഒരു ഐലൻഡ് ഒന്നുമല്ല. കേന്ദ്രം എടുക്കുന്ന നയങ്ങൾക്കനുസരിച്ചല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അതിന് പരിധിയുണ്ട്. ആ പരിധിയിലാണ് നമ്മളിവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് പോലുള്ള സംവിധാനങ്ങളെ അനുവദിക്കാത്തത്. അതുപോലെ തന്നെ മറ്റേ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിലാണെങ്കിലും മൂലധന നിക്ഷേപം സ്വീകരിക്കുന്നതിന് കുറ്റമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ചരടുകൾ പാടില്ല, കാണാ ചരടുകൾ പാടില്ല. ആ ചരടുകളുടെ കാര്യത്തിലാണ് ഇവിടെ തർക്കമുള്ളത്. ആ ചരടുകൾ വെച്ചിട്ട് നമ്മൾ മൂലധനം സ്വീകരിക്കില്ല. അവരുടെ ഹിഡൻ അജണ്ട വെച്ചിട്ട് നമ്മൾ ആരുടെയും കയ്യിൽ നിന്നും മൂലധനം സ്വീകരിക്കില്ല. അത് ഉറപ്പാണ്. അവിടെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള അവര് ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമാണ്, നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമാണ്. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തൊരു അബദ്ധമായ വർത്താനമാണ് പറയുന്നത്. കമ്പ്യൂട്ടറൊക്കെ നടപ്പിലാക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഡൗൺ സൈസിംഗിന്റെ ഭാഗമായിട്ട്, പ്രൂണിംഗിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കരുതെന്നാണ് പറഞ്ഞത്. അതിന് കമ്പ്യൂട്ടറിന് എതിരാണെന്നൊക്കെ പറയുന്ന ഒരു നറേഷൻ ഉണ്ടല്ലോ, അത് മഹാമോശമാണ്. കുറെ നാളുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ചർവണം നടത്തിയാൽ ബബിൾഗം പോലെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വിചാരിക്കുന്നത് ഗീബൽസിന്റെ തന്ത്രമാണ്. അതല്ലെങ്കിൽ കയ്യടി മേടിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നോൺസെൻസിക്കലായിട്ടുള്ള ഒരു ടോക്കാണെന്ന് എഴുതി തള്ളാനായിട്ട് കഴിയും. എഴുതിയിരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തൊഴിലാളിക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. അവന്റെ തൊഴിൽ അല്ല, അത് വേറൊരു IT ബേസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നതും ഓഫീസിനകത്തെ കമ്പ്യൂട്ടറൈസേഷനും വ്യത്യസ്തമാണ്. ഇപ്പൊ ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലാളിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തൊഴിലാളിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഡൗൺ സൈസിംഗ് ചെയ്യാതെ ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചു കാണും.